ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് അച്ഛനാണെങ്കിൽ അവിടെ നിന്ന് കാച്ചിലൊക്കെ പിഴുതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കാച്ചിലൊക്കെ കണ്ടിട്ട് സമയമായപ്പോൾ അപ്പോൾ കാച്ചിലൊക്കെ പിഴുതെടുക്കുക കേട്ടോ. അപ്പോൾ കാച്ചിലെടുത്ത് കുറേ ഞാൻ കൂടുതലുള്ളത് മാത്രമേ കാണുന്നുള്ളൂ, കാരണം നമുക്ക് ഫ്ലോപ്പ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, അതായത് കിട്ടാതെ വന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ എലിവാലൻ കാച്ചിലാണെന്ന് കേട്ടോ അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ കുറച്ച് നേരം ഇതിനൊക്കെ ഇങ്ങനെ പൊട്ടിക്കാതെ തന്നെ എടുക്കാൻ വേണ്ടി പതുക്കെ പതുക്കെ ഇരുന്ന് തുരന്നെടുക്കുക. അച്ഛൻ മുറിച്ച് കളഞ്ഞ വള്ളി ഇതാണെങ്കിൽ മുകളിലോട്ട് പോയിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഉണങ്ങി കഴിയുമ്പോഴാണ് ഇത് പാകമായി നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ കിഴക്കൊക്കെ ഉണ്ട്, അപ്പോൾ അത് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ഇതാണെങ്കിൽ അച്ഛൻ കുറേ നേരം കഷ്ടപ്പെട്ടൊന്ന് തുറന്ന് എന്തായാലും എടുത്തിട്ടുണ്ട്. ഒരുവിധം വലിയ കുഴപ്പമില്ലാത്ത രീതി നമുക്ക് കിട്ടുന്നുണ്ട്. ഒത്തിരി എക്സ്ട്രാ എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ ആവശ്യത്തിനുള്ളതുണ്ട്. ഇത് എലിവാലൻ കാച്ചിരുന്നാണ് കേട്ടോ പറയുന്നത് ഇതിന്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയത്തക്ക ടേസ്റ്റ് ഒന്നുമില്ല, മറ്റേതിൻ്റെ ടേസ്റ്റ് തന്നെ, പക്ഷേ ഉള്ളിലോട്ടാണ് പോകുന്നത്. വെള്ള കാച്ചിൽ അല്ല, ചുവപ്പ് കാച്ചിൽ, അതായത് പർപ്പിൾ കളറല്ല, നല്ല കാച്ചിലല്ല. പിന്നെ കുറേ ചെറിയ കാച്ചിലൊക്കെ ഇതൊക്കെ നമുക്ക് ഒന്നും കിട്ടാത്തതായത്. ഇതിനകത്ത് നമ്മൾ ഇട്ടിട്ടൊന്നും വലുതായിട്ടില്ല, ഇട്ടത് മാത്രമേ ഉണ്ടാകും. പിന്നെ ഇതുകൂടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് 2 മാത്രമേ ഇട്ടിട്ടുള്ളൂ വലുതായിട്ട്. ബാക്കി അപ്പുറം ഇപ്പുറം നട്ടതും കുറേ വളമൊക്കെ ഇതിനൊക്കെ ചെയ്തിട്ടുണ്ട് അച്ഛൻ കഷ്ടപ്പെട്ട്, അതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അമ്മയാണെങ്കിൽ നമ്മൾ തൊലിക്കിഴങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു. ഇതാ തൊലിക്കിഴങ്ങ് കാച്ചിലിൻ്റെ വള്ളി പോലെ തന്നെ തിരിച്ചാ വള്ളി കയറുന്നത്. ഇലയ്ക്കും കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ അമ്മ ചീമക്കൊന്നയും കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് അതും ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ നട്ടിട്ടുള്ളത്, പക്ഷേ അതൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു, ചെറുതൊക്കെയായിരുന്നു കിട്ടിയിട്ടുള്ളത്. നേരത്തെ കാണിച്ച അതൊക്കെ. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അമ്മാമ്മയും മുത്തശ്ശിയും കൂടെ ഇരുന്ന് കളിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ ഒരു വീഡിയോ ഒക്കെ ഇടാമെന്ന്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ.